അറ്റ് ലാസ്റ്റ് നമ്മളിത് നമ്മുടെ സാംസ്കാരിക നിലയത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണല്ലോ കളരി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി കാണും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുടയും ചൂടി പോവുകയാണ്. അപ്പം നല്ല വെയിലെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ സാംസ്കാരിക നിലയത്തിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടിപ്പുറത്തുള്ള വീട്ടിലാണ് നമ്മുടെ ചേച്ചീൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ചാവി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ആ ചാവി ചോദിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ചേച്ചി പറയാണ് ഓൾറെഡി തുറന്നിട്ടിട്ടുണ്ട്, നമ്മളോട് കളരി ക്ലീൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. ബക്കറ്റ് അടക്കം ചേച്ചി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, മോപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. അടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പുറം അടക്കം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളോട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിതേ കളരീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കളരീൻ്റെ അല്ലേ ഉള്ളിലൊന്നും ഒരു വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കളരീൻ്റെ തിണ്ണ മുഴുവനും നിറച്ച് ചെളിയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ടോട്ടലി കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളരി ഇപ്പോൾ കഴിഞ്ഞാൽ 2 ആഴ്ച ആവാനായി. നമ്മൾ പുറം അടക്കം തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയതാണ്. അത് മോപ്പ് വെച്ച് തുടച്ചിട്ടാണ്. അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? നമ്മുടെ ഈ കളരിയായിരുന്നു. ഞാൻ കളരി ക്ലീനാക്കി എല്ലാം മഴയത്ത് എല്ലാം തുടച്ചിട്ടിട്ട് പോയതായിരുന്നു. എന്നും കളരി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ തുടച്ചിടുന്നതാണ്. പുറത്തും തുടച്ചിടും, അകത്തും തുടച്ചിടും. പിന്നെ ഇവിടെ ഞാൻ ഒരു ദിവസം താക്കോല് നമ്മുടെ ഈ കളരിയിലെ സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, താക്കോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കളരി നിർത്തിയപ്പോൾ എല്ലാം ക്ലീനാക്കി ഇട്ടിട്ട് പോയതായിരുന്നു. പിന്നെ ഇന്ന് എന്താ അപ്പോൾ ഇന്നാണ് അവിടെ തുറന്നിട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ മണലും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നാട്ടോ. അപ്പോൾ മണലൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ക്ലീനാക്കിയാണ് ഇട്ടിട്ട് പോയതായിരുന്നു. എന്നിട്ട് വീണ്ടും മോപ്പെടുത്ത് ക്ലീനാക്കി തുടച്ച് നനച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലേ. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളോട് പറയുകയാണ് കളരി മുഴുവൻ നിങ്ങൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകാൻ. നമ്മളെന്താ അവരുടെ സെർവൻ്റാണ്. അവർ പറയുമ്പോൾ വന്നിട്ട് കളരി ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട കളരിൻ്റെ കോലം നിങ്ങളിപ്പോൾ കാണും. പുറത്തൊക്കെ ചെളിയായിട്ട് കയറത്തില്ല, അകത്ത് പിന്നെ ചെളിയൊന്നും ഇല്ല. എന്നിട്ട് നമ്മളോട് പറയാണ് വീണ്ടും മോപ്പെടുത്തിട്ട് നിങ്ങൾ ക്ലീൻ ആക്കിയിടുന്ന. ആ വീട്ടിൽ ചേച്ചി നമ്മളോട് പറയാണ് ഇവരെ ആജ്ഞാപിക്കുമ്പോൾ ചെയ്യാൻ നമ്മളെന്താ അവരുടെ വേലക്കാരികളോ?